Hello dear students, let us today discuss the views of Buddha on environment. Buddhism itself is an ecological religion. It powerfully expresses human identification with nature. Albert Einstein says that if there is any religion that would cope with modern scientific needs, it would be Buddhism. ബുദ്ധിസം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയുമായിട്ടുള്ള ഒരു ഇണങ്ങിച്ചേരലാണ്. മനുഷ്യൻ തന്നെ പ്രകൃതിയിൽ കണ്ടെത്തുന്ന ഒരു റിലീജിയനാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ബുദ്ധ, ഹ്യൂമൻ ബീയിങ് ഇസ് എ പാർട്ട് ഓഫ് വാസ്റ്റ് ഫിസിക്കൽ യൂണിവേഴ്സ്. ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. Buddhists believe that all things, including humans, exist by their interrelationship with other parts of the nature, and to think oneself as isolated from the rest of nature is be unrealistic. മനുഷ്യനെയും പ്രകൃതിയെയും വേർതിരിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ഒന്നാണ് എന്നാണ് ബുദ്ധ പറയുന്നത്. According to Buddhism, changeability is one of the perennial principles of nature. എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, ഒന്നിനും സ്ഥിരതയില്ല എന്നൊക്കെയാണ് ബുദ്ധിസം പറയുന്നത്. ഓക്കെ, ദിസ് കോൺസെപ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ പാലി ടെർമിനിക്ക. പാലി ഭാഷയിലാണല്ലോ ബുദ്ധൻ്റെ പ്രബോധനങ്ങളെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിൽ എവറിത്തിങ് ഫോംഡ് ഈസ് ഇൻ എ കോൺസ്റ്റൻറ്റ് പ്രോസസ് ഓഫ് ചേഞ്ച് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ബേ, സങ്കര, അന്നിക്ക എന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ബുദ്ധിസം ബിലീവ്സ് ദാറ്റ് ദോ ചേഞ്ച് ഇസ് എ ഫാക്ടർ ഇൻഹറൻറ്റ് ഇൻ നേച്ചർ, man's moral deterioration accelerate the process of change and brings about changes which are adverse to human well-being and happiness. മാറ്റം പ്രകൃതിയിലുള്ളത് തന്നെയാണ് എങ്കിൽ പോലും മനുഷ്യൻ്റെ മൂല്യച്യുതികളെല്ലാം തന്നെയാണ് ഈ ഒരു ചേഞ്ചിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്, അതായത് ത്വരിതഗതിയിലാക്കുന്നത്. ഈ വേഗത്തിലുള്ള മാറ്റം പ്രകൃതിക്ക് അതുപോലെ മനുഷ്യന് തന്നെയും വിനാശകരമാണ് എന്നാണ് ബുദ്ധിസം ഓർമ്മപ്പെടുത്തുന്നത്. നേച്ചർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് 4 എലിമെൻസിലാണ് എന്നാണ് ബുദ്ധിസം പറയുന്നത്: സോളിഡിറ്റി, liquidity, heat and mobility. So they are ever changing phenomena. Buddhist teachers and masters constantly remind us of the importance of living in tune with nature and respecting life. Buddhism teaches that if we wish to save the environment, we must first analyze our lives. Buddha said, "I am pleased with that bhikkhu dwelling in the forest, and when he lives in a remote abode, his mind is not distracted by unsuitable visible objects and so on. He is free from anxiety, he abandons attachment to life, he enjoys the taste of the bliss of seclusion." ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന് പറയുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥയെ പറ്റിയിട്ട് ബുദ്ധൻ പറഞ്ഞ വാക്കുകളാണിത്. ഇതിൽ സത്യത്തിൽ ഈ ഒരു വാക്കുകൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൗകിക ജീവിതവുമായിട്ടുള്ളൊരു വ്യക്തി അനുഭവിക്കുന്നൊരു ബുദ്ധ സന്യാസിയെ പറ്റിയിട്ടാണ്. പക്ഷേ ഇതിലൂടെ ബുദ്ധ പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇണങ്ങിയുള്ളൊരു ജീവിതത്തെക്കുറിച്ചും കൂടെയാണ്. ബുദ്ധ സന്യാസിമാരുടെ പ്രതിജ്ഞകളെല്ലാം തന്നെ വളരെ വിചിത്രവും കുറച്ച് റെസ്ട്രിക്ഷൻസ് അധികമുള്ളതുമാണ്. അവർ ആദ്യം തന്നെയുള്ള പ്രതിജ്ഞ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ശുദ്ധത നഷ്ടപ്പെടുത്താതിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫെലോ ബീയിങ്സ് അല്ലെങ്കിൽ സഹജീവികളെ ഉപദ്രവിക്കാതിരിക്കും, കൊല്ലാതിരിക്കും. അതുപോലെ തന്നെ ഇൻസെക്റ്റ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഇവയൊന്നും വധിക്കില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റിൽ ഫയർ ഇടില്ല. ഓക്കെ, ആൻഡ് ഫോർ റെസ്പെക്റ്റിംഗ് ദ ലൈഫ് ഓഫ് ട്രീസ്, എക്സ്പെഷ്യലി ദ ഓൾഡ് വൺസ്. ഇത്തരത്തിലുള്ള ഒരു ജീവിതചര്യ തുടർന്നുകൊണ്ടാണ് ബുദ്ധ സന്യാസിമാർ ജീവിക്കുന്നത്.
അത് തന്നെ അവരുടെ ലൈഫ് തന്നെ പ്രകൃതിയോടുള്ള സമർപ്പണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഏർലി ബുദ്ധിസം recognized the close relationship between human behavior and the natural environment. This idea was systematized in the theory of 5 natural orders, that is Pancha Niyama Dhamma. In later commentaries, according to the theory, there are 5 natural forces at work in the cosmos: order of seasons, order of seeds, order of mind, order of deeds, and order of things. These may be translated as physical laws, biological laws, psychological laws, moral laws, and causal laws respectively. ബുദ്ധൻ്റെ പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളതാണ് പഞ്ചനിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ നിയമങ്ങളെല്ലാം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്രോഡീകരിച്ച് നമുക്ക് ഫിസിക്കൽ ലോസ്, ബയോളജിക്കൽ ലോസ്, സൈക്കോളജിക്കൽ ലോസ്, മോറൽ ലോസ്, കോസൽ ലോസ് എന്നിങ്ങനെ പറയാവുന്നതാണ്. ആദ്യത്തെ 4 നിയമങ്ങളും അതിൻ്റേതായിട്ടുള്ള തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ 5ാമത്തെ നിയമമായിട്ടുള്ള കോസൽ ലോ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഉള്ളിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ബുദ്ധൻ ഓർമ്മപ്പെടുത്തുന്നു. സോ ഇൻ നട്ട്ഷെൽ, right use of nature is a part of spiritual life according to Lord Buddha. So hereby we are concluding our class. Thank you for watching.